ഹലോ കേസ്, ഞാൻ നവാസ് തിരൂർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കാണ് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. ഇന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പ്രകൃതിരമ്യമായ ഒരു സ്ഥലത്താണ്. എന്നുവെച്ചാൽ ആരും അറിയപ്പെടാത്തൊരു സ്ഥലത്താണ് ഇന്ന് ഞങ്ങൾ 4 പേരും കൂടി എത്തിയിട്ടുള്ളത്. എൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. പിന്നെ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലുപരി ഈ സ്ഥലത്തിൻ്റെ ഇത് എവിടെ എന്നുള്ളത് സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയിലാണ്. തൊടുപുഴയിൽ വേല എന്ന് പറഞ്ഞ അതൊരു 8 കിലോമീറ്റർ കാട്ടിനുള്ളിലേക്ക് വരണം. കാട്ടിനുള്ളിലാണ് ഈ റിസോർട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇതൊക്കെ ഒരു കാടുണ്ടാവും, കാട് നിറഞ്ഞ സ്ഥലമാണ് ഇതൊക്കെ. കാട്ടിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളെ ആരും വിശ്വസിക്കില്ല, അത്രയും ഒരു കാടാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണിത്. ഇതൊരു സംഭവമാണ്. ഇതിൻ്റെ കോണിയൊക്കെ ചെയ്ത് കണ്ടില്ല, ഫുള്ള് മരത്തിന്മേലുള്ള സംഭവമാണ് ഇതൊക്കെ. ഇവിടെ നോക്കിയാൽ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല അല്ലേ. അങ്ങനെ ഒരു സ്ഥലം എന്ന് പറയാൻ ഫുള്ള് കാടാണ്, കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. ഇത് അതിൻ്റെ ഉള്ളിൽ നിർമ്മിച്ച റൂമാണ്. ഫുള്ള് മരങ്ങളെ കൊണ്ട് നിർമ്മിച്ച ഒരു സംഭവം. അത് കെറ്റപ്പായിട്ടുണ്ട് റൂമുകളൊക്കെ. AC ഉണ്ട്, ഫാനുണ്ട്. അതുപോലെ ഔട്ട് സൈഡ് തുറന്നുള്ള സൈഡാണ്, മരങ്ങളുണ്ടാണ് ഇതെല്ലാം. അതുപോലെ TV ഉണ്ട്. സൈഡിലേക്ക് നോക്കിയാലൊക്കെ സംഭവം ഒരു പിടിയിലും ഔട്ട് സൈഡിലൊക്കെ നല്ല സാറുള്ള സെറ്റപ്പുള്ളൊരു ഏരിയയാണ്. ആർക്കൊന്ന് സ്വസ്ഥമായിട്ട് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരാം. ഔട്ട് സാൻഡാണ് ഉണ്ടോ. ഇവിടെ അടിയിൽ ക്യാരംസുകളൊക്കെ ഇരുന്ന് ചാടിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഒരു ഇതാണ്. ഫാനൊക്കെ വെച്ച് ലൈറ്റൊക്കെ വെച്ച് നല്ലൊരു സെറ്റപ്പാക്കി പാട്ടൊക്കെ പാടി ഇരുന്ന് നമ്മളിപ്പോൾ ഒരു ടീമായിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഇരുന്നൊക്കെ സംസാരിക്കാനൊക്കെ നല്ലൊരു സെറ്റപ്പുള്ള സ്ഥലമാണ്. ഒരു ദിവസം സ്പെൻഡും ചെയ്യുക. റൂമുണ്ട്. ഒരു 15 പേർക്കൊക്കെ, ഒരു 10 പേർക്കൊക്കെ വരികയാണെങ്കിൽ സുഖമായിട്ട് പിന്നെ ഉഷാറായിട്ട് നല്ല രീതിയിൽ സംസാരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പോകാം. പിന്നെ ഇവിടെ ഒരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ. അരുവി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പോയ അങ്ങനത്തെ സംഭവം, വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സംഭവം ഇത് പ്രത്യേകം വെച്ചാൽ ഫുള്ള് മരം കൊണ്ടാണ് സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാ ഇതൊരു റൂമാണ്. ഔട്ട് സൈഡിൽ നല്ല റൂമാണിത്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഫുള്ള് മരം കൊണ്ടുള്ള സെറ്റപ്പാണിത്. ഇതൊരു റൂമാണ്. മേലെ കട്ടിലും അങ്ങനെ സ്കാസീസൊക്കെ ഉള്ള നല്ലൊരു സെറ്റപ്പ് റൂമാണ്. ഇത് നോൺ AC ആണ്. AC അങ്ങനെ ഇല്ല. സാധാരണ ഉണ്ടോ, മേൽത്തട്ടിൽ കിടന്നുറങ്ങാം, അതേപോലെ താഴ്ത്തട്ടിലും കിടന്നുറങ്ങാം. കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ്
എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സംഭവമായിരിക്കും ഈ സംഭവം. മരം കൊണ്ടാണ് ഈ സംഭവം. അതാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടുത്തിയ സംഭവം. ഫുള്ള് ഉണ്ടാ. ചില ആൾക്കാർക്ക് ഇത് ലയിക്കൂല, ചില ആൾക്കാർക്ക് ഇത് സംഭവമാണിത്. അതേപോലെ ചവിട്ടുപടി എല്ലാം മരം ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതേപോലെ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനും അതിനുപരി സന്തോഷത്തോടെ ഇരുന്ന് കഥ പറയാനും എല്ലാം ഉള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ. ആ സ്ഥലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതാണ് ആ സ്ഥലം. കഥ പറയാനും ചിരിക്കാനും പാട്ട് പാടാനും എല്ലാം പിന്നെ ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് ഇത്. ക്യാരംസ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഫാനും കാര്യങ്ങളും. സംഭവം ഒരു ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ചെറിയൊരു തരത്തിലൊരു കിച്ചണാണ്, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ള കാട്ടിനുള്ളിൽ. ഇതാണ് സംഭവം. ഓനും കാര്യങ്ങളൊക്കെ ഒരു കാട്ടിൽ നിന്നാണ്. പ്രത്യേക ബോർഡും കാര്യങ്ങളും അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഒരു കാട്ടിനുള്ളിൽ നിന്നാണ് ഇത് വരുന്നത് തന്നെ. ഉണ്ടോ, ഫുള്ള് കാടാണ്. ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലിൽ കിടന്ന് ആടുന്നവർക്ക് ഊഞ്ഞാലാടാം. അങ്ങനെ ഒരു സെറ്റപ്പാണിത്. പിന്നെ കിളിക്കൂട്, അങ്ങനത്തെ ഒരു ഐറ്റം സാധനങ്ങളുണ്ട്. കിളിയുണ്ട്. കിളിനിപ്പോൾ അവർ തുറന്നു നോക്കുക. ചേരാൻ പോണ്. ഇതിൻ്റെ മേൽക്കാഴ്ച ഉണ്ടാ. ഇങ്ങനെ ഒരു സ്ഥലമാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. മേലെ കാട്ടിനുള്ളിൽ ഒരു റൂം ഉണ്ടാക്കിയിട്ട് ഉണ്ടാ, ഒരു സെറ്റപ്പ് രീതിയാണിത്. ചെയ്യാം. ഇതൊരു ചെറിയൊരു അരുവിയാണ്. എന്താ വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഇതാണ്. ഒരു കുളമുണ്ട് ഇവിടെ, കിളിക്കൂട്. ഒരു കുളമുണ്ട് ഇവിടെ. അതുപോലെ ഊഞ്ഞാല്. എന്താ നമ്മൾ ഊഞ്ഞാല് സംഭവം, ഇതൊരു സംഭവമാണ്. സംഭവം വെച്ചാൽ ഭയങ്കര ഒരു സംഭവമാണ്. നമുക്ക് ഈ ഊഞ്ഞാലൊക്കെ ആണെങ്കിൽ ഇരുന്നിട്ട് ആടും ചെയ്യുക, പാടും ചെയ്യുക, ആ ഒരു രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ അതാണ് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, എന്താ നല്ലൊരു ഗാർഡനും അതുപോലെ തന്നെ അതൊക്കെ കുറച്ചും കൂടി ഇതാണ്. ഇപ്പോൾ കാട്ടിനുള്ളിൽ ആയതാണ്. ഇപ്പം ഈ മഴ കാരണങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഒന്ന് ആൾക്കാർ എത്തിപ്പെടാത്തത്. പക്ഷേ ഇതൊരു സംഭവമാണ്. ഇതിന് കാട്ടിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക ഒരു സംഭവമാണ്. അപ്പം എന്തായാലും തീർച്ചയായും നിങ്ങൾ വരിക, കാണുക. നമുക്ക് കിടക്കാനുണ്ട്. ഷട്ടിൽ കോർട്ടറാണ്. ഷട്ടിൽ കളിക്കുക. ഇടാ, ഷട്ടിൽ കോർട്ടറാണ്. ഇതിപ്പോൾ മഴ ചെയ്തുകൊണ്ട് കുറച്ച് ഒരു ഇതായി കിടക്കുന്നുണ്ട്. അതേപോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ ചെറിയൊരു വേറൊരു സംഭവമുണ്ട്, കൂടാരം. ഇത് ഇവിടുത്തെ ഒരു സംഭവമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഇതൊരു വേറൊരു സംഭവമാണ്. ഉണ്ടോ, ഇവിടെ വന്നിട്ട് ചൂടാനുള്ളവർക്ക് ചൂടാ, എല്ലാ സംഭവം ഉണ്ട്. എല്ലാവരും സെറ്റാക്കി തരും. നമ്മൾ സാധനം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവർ സെറ്റാക്കി തരും. ചൂടാ, അങ്ങനത്തെ പിന്നെ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനത്തെ രീതികളൊക്കെ ഉണ്ട് ഇവിടെ. ഫാനും കാര്യങ്ങളും. ആർക്കും ഒരു ശല്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് ചിലത് ഒന്നാമത്തെ കാട്ടിനുള്ളിലാണ്. ഇവിടെ അതിൻ്റെ ഒരു ആളും പിന്നെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വേറൊരു ശല്യമില്ല.
അവരെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും എത്തിച്ചേരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളുടെ ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. റംബൂട്ടാൻ അങ്ങനെ മറ്റേ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അവർ താമസിക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണിത്. നമുക്ക് വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പുറത്തുള്ള ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാലും ഫുഡ് ഉണ്ടാക്കാൻ ഉള്ള ഒരു കിച്ചണാണ്. അവിടെ എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ഫുഡ് വേണമെങ്കിൽ നിങ്ങൾ വെച്ചുണ്ടാക്കി കഴിക്കാം. എല്ലാ സാധനങ്ങളും അവർ സെറ്റാക്കി തരും. ഇതാണ് നമ്മളെ ചേട്ടന്, പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ആള്. നമ്മളെ ഇതിൻ്റെ ആരും മാനേജർ കാറ്ററേക്കാണ് പുള്ളിയാണ് ഭക്ഷണം ഉണ്ടാക്കി തരും. നമുക്ക് എല്ലാ സാധനങ്ങളും ചെയ്തു തരുന്നത്. എല്ലാ സഹായവും ഇവരോട് ചോദിച്ചാൽ മതി ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് പറഞ്ഞു. വെള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഇതാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് കാട്ടിൻ്റെ ഉള്ളിലാണ് സംഭവം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വരിക. ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക എന്താ പറയുക, നല്ലൊരു സെറ്റപ്പാണ് സംഭവം. ഈ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേക സെറ്റപ്പാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും. സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഒന്ന് പിന്നെ സംസാരിക്കാനോ അതുപോലെ തന്നെ പാട്ട് പാടാനോ ശാന്തമായ ഒരു സ്ഥലമാണ്. എന്താ വെച്ചാൽ ആരെയും ശല്യമില്ല, പുറത്തുനിന്നുള്ളൊരു ശല്യമില്ല, ഒന്നുമില്ല. പിന്നെ മൃഗങ്ങളെ ശല്യമില്ല, ഒന്നുമില്ല. ആനയൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, പക്ഷെ അതൊന്നും നമുക്കൊരു ഇതില്ല. എന്നുവെച്ചാൽ ഒരു എന്താ പറയുക, പ്രത്യേക ഒരു ഇതാണ്. കണ്ടില്ലേ, നമ്മൾ നിൽക്കുന്നതിൻ്റെ മേലെയാണ് നമ്മളെ റൂം കാണുന്നത്. ആ കാണുന്നതാണ് നമ്മളെ റൂം. പിന്നെ അതിൻ്റെ അടിയിൽ റൂമുണ്ട്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ റൂമുണ്ട്. അപ്പോൾ ഒരു 10-15 പേർക്ക് വരികയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് ഇവിടെ സന്തോഷം ഭക്ഷണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എല്ലാത്തിനും സൗകര്യമുണ്ട്. പിന്നെ ആരും ശല്യമില്ല. പിന്നെ നല്ല രീതിയിൽ സംസാരിച്ച് ഇത് ഇങ്ങോട്ട് വരുന്നത് തന്നെ പിന്നെ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ അവരെ ജീപ്പിലാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് തൊടുപോയാൽ പിന്നെ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ അതിൻ്റെ എല്ലാ ഇതും വിടാം. അപ്പം നിങ്ങൾ തീർച്ചയായും ഒന്ന് പ്രയോജനപ്പെടുത്തും. ഓക്കെ, നമസ്കാരം.